ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BPAS 184 എന്നുള്ളൊരു പേപ്പറാണ്. ഓക്കെ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ആണ് ഈ പേപ്പറിന്റെ പേര്. വോയിസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ യൂണിറ്റ് 1 നിങ്ങൾക്ക് 3 ബ്ലോക്കുകളാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഓരോ ബ്ലോക്സിലും കുറച്ച് യൂണിറ്റ്സുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നതാണ് 3 യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ്. ഈ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്? ഒരുപാട് കോഴ്സുകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ലോജിസ്റ്റിക്സിനെ കുറിച്ചിട്ട്. ലോജിസ്റ്റിക്സ് മാത്രം പഠിക്കാൻ പെട്ടെന്നൊരു 1 ഇയർ കോഴ്സ് അല്ലെങ്കിൽ 6 മന്ത് കോഴ്സുകൾ ലോജിസ്റ്റിക്സ് പെട്ടെന്ന് ജോബിന് അങ്ങനെ കോഴ്സുകൾ ലോജിസ്റ്റിക്സ് മാത്രം പഠിക്കാനായിട്ട് എന്തിറങ്ങിയിട്ടുണ്ട്? കുറച്ച് കോഴ്സുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പൊ ഈ ലോജിസ്റ്റിക്സ് എന്നുള്ള ഫീൽഡില്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള ഫീൽഡിൽ എന്തുണ്ട്? ഒരുപാട് സ്കോപ്പുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്? അതിൽ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? ആർക്കെങ്കിലും പറയാൻ എന്താണ്? ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? നമ്മൾ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഗുഡ്സുകൾ അതിനെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോക്ക് അല്ലെങ്കിൽ ഗുഡ്സുകൾ, അതായത് പോയിന്റ് ഓഫ് ഒറിജിൻ ടു കൺസംഷൻ വരെ. ഓക്കെ, പോയിന്റ് ഓഫ് ഒറിജിൻ ടു കൺസംഷൻ, അതായത് ഈ ഗുഡ്സ് നമ്മൾ വാങ്ങി, ഈ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് അതിന്റെ ഒറിജിനൽ കസ്റ്റമേഴ്സ്, ആർക്കാണോ ഇത് റിക്വയർമെന്റ്, ആർക്കാണോ ഇത് ആവശ്യമുള്ളത്, അവരുടെ അടുത്തോട്ട്, കസ്റ്റമേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കുന്ന ആ പ്രോസസ്സിങ്ങിനെയാണ് വിളിക്കുന്ന പേരാണെന്ത്? ഈ ലോജിസ്റ്റിക്സ് കൊണ്ട്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് പോയിന്റ് ഓഫ് ഒറിജിൻ മുതൽ ഫ്രം ദി പോയിന്റ് ഓഫ് ഒറിജിൻ ടു കൺസംഷൻ പോയിന്റ്. ഓക്കെ, അത് ആ ഒരു ഗുഡ്സ് നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്ത സാധനം ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി നമ്മൾ ആരിലോട്ട് എത്തിക്കുന്നുണ്ട്? കസ്റ്റമേഴ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ വരും? അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരും? ട്രാൻസ്പോർട്ടേഷൻ വരും, സ്റ്റോറേജ് വെയർഹൗസസ് വരും, പിന്നെ അവിടെ ആരൊക്കെ വരിക? മാനുഫാക്ചറിങ് വരും. അതേപോലെ തന്നെ എന്താക്കുന്നുണ്ട്? ഒരുപാട് ടൂൾസ്, ടെക്നിക്കൽ എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലോട്ട് എത്തുന്നത്. ഓക്കെ, ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നത്. കസ്റ്റമേഴ്സ് ആണ് ആര്? ഫൈനൽ യൂസേഴ്സ് അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സ്. ഓക്കെ, അവരുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട്, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ ഒരു പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ്? അവരിലോട്ട് എത്തിക്കുന്നു. ഇനി ഈ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാ? ഷിപ്മെന്റ് വഴി ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ്, ഇ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു മിന്ത്ര എല്ലായിടത്തും, അല്ലെങ്കിൽ ഒരു മീഷോ ആപ്പിലെ അധികം യൂസ് ചെയ്യുന്ന ഓൺലൈൻ ആപ്പുകളില്ലേ, ഫുഡ് ഡെലിവറീസ്. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫർണിച്ചേഴ്സ് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കാണാറുണ്ട് അല്ലെ? ഓർഡർ ചെയ്ത് കഴിഞ്ഞു, ഒരു 1 വീക്ക് കൊണ്ട് എത്തും, അല്ലെങ്കിൽ ഇവിടെ എത്തി, അതിന്റെ ഷിപ്മെന്റ് ഇവിടെ എത്തി, അല്ലെങ്കിൽ എത്താറായി. അതൊക്കെ എന്താ? ആ ട്രാൻസ്പോർട്ടേഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് അത് നമ്മളിലോട്ട് എത്തുന്നത് എന്താണ്? എത്തുന്നവരെയുള്ള ആ ഒരു രീതി, ആ ഒരു പ്രോസസ്സിനോട് എന്ത് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ വരുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇതിൽ എന്താണ്? മെയിൻ ഫാക്ടർ ആണ്. ലോജിസ്റ്റിക്സിലെ മെയിൻ ഫാക്ടർ ആണ് ട്രാൻസ്പോർട്ടേഷൻ. അതേപോലെ ഈ ഗുഡ്സ് എന്ത് ചെയ്യണം? കമ്പനീസിന്റെ വെയർഹൗസിലോട്ട് എത്തണം അല്ലെ? ആ ഒരു വെയർഹൗസിങ് എന്താണ്? അവിടെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? വെയർ ഹൗസിൽ നിന്നാണ് പിന്നെ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ഒരു വെയർ ഹൗസ് എന്താണ്? ഈ ഒരു ലോജിസ്റ്റിക്സിലെ മെയിൻ ഫാക്ടർ ആണ്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്? ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സിന് ആവശ്യമുള്ള ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്? അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അല്ലെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ,
ഇതാ എന്താണ് കൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക്സ്. ഇപ്പോ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഓവറോൾ പഠിക്കാനുള്ള ഒരു ഓവർവ്യൂ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു പേപ്പറിൽ മൊത്തം നമ്മൾ പഠിക്കാനുള്ള ഒരു ഓവർവ്യൂ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, റോ മെറ്റീരിയൽസ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, റോ മെറ്റീരിയൽസ് നമ്മൾ മേടിക്കുന്നു. ഇപ്പോ ഒരു ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു, നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈസിന്റെ കയ്യിൽ നമ്മൾ മേടിക്കുന്നു. ആ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ടെക്നോളജീസ്, ഒരുപാട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഈ റോ മെറ്റീരിയൽസ് നമ്മൾ എവിടെ കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കുക? എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യുക? സ്റ്റോറേജിങ് എവിടെയാണ് നടക്കുന്നത്? വെയർ ഹൗസിലാണല്ലേ നടക്കുന്നത്. ആ സ്റ്റോറേജിങ്ങിനെ വിളിക്കുന്ന പേരാണിത് വെയർ ഹൗസസ്. ഓക്കെ, ആ വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ള ടൈമിൽ റോ മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക്, ഇൻവെന്ററീസ് ഒക്കെ വിളിക്കാം കേട്ടോ ഈ ഗുഡ്സിനെ, റോ മെറ്റീരിയൽസിനെ. ഓക്കെ, അപ്പൊ ഈ ആവശ്യമുള്ള ഈ റോ മെറ്റീരിയൽസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഉപയോഗിച്ചിട്ട് എക്യുപ്മെന്റ്സ്, ഒരുപാട് ടൂളുകൾ, ഒരുപാട് ടെക്നോളജിക്കൽ എക്യുപ്മെന്റ്സ്, ടെക്നോളജീസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഓക്കെ, ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾസെയിലേഴ്സിന്, റീറ്റെയിലേഴ്സിനും സെയിൽ ചെയ്യുന്നു. റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു. ഈ ഒരു പ്രോസസ്സിങ് റീറ്റെയിലേഴ്സിലോട്ട് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിലോട്ട് നമ്മൾ എത്തിക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലോട്ട് നമ്മൾ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ എന്ത് വരുന്നുണ്ട്? ഒരുപാട് ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് വരുന്നുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് കീ ടേംസുകൾ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സിമ്പിൾ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിൾ ആണ്, ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. നമുക്കറിയാം എന്താ, നമുക്കൊരു ബിസിനസ്സിൽ നടക്കുന്ന എന്താണെന്ന് അറിയില്ലേ? അതിന്റെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ്. ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിന്റെ ഒരു ചെറിയൊരു പാർട്ടാണ് എന്ത്, അതിന്റെ ഒരു ചെറിയൊരു പാർട്ടാണ് എന്ത് വരുന്നത്? ഒരു സെക്ഷൻ ആണ് എന്ത് വരുന്നത്? ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് വരുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആയാലും ഹോൾ പ്രോസസ്, എല്ലാ പ്രോസസ്സിംഗും ഇൻക്ലൂഡ് ആണ്. ഇതെന്താണ്? അതിന്റെ ഒരു സബ് പാർട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, നമുക്കിനി എന്താണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും? എന്താണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം? ഞാൻ പറയുന്ന പോയിന്റ്സ്, ഈ PDF-ലുള്ള പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി എന്ത് ചെയ്യാ? പഠിക്കാം. ഓക്കെ, ഈ സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? സിമ്പിൾ ആണ്. എന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ കഴിയും. പെട്ടെന്ന് എക്സാംസിന് മാർക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൺസെപ്റ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് ഓവർവ്യൂ. അതായത് ഈ ലോജിസ്റ്റിക്സിന്റെ കൺസെപ്റ്റ് എന്താ? ഞാൻ പറഞ്ഞതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്റൻസിന്റെ രൂപത്തിൽ കൊടുത്തു എന്നുള്ളൂ. എന്നാൽ ലോജിസ്റ്റിക്സിന്റെ കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ദ ടേം ലോജിസ്റ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് ടേം ലോഗോസ്. നമ്മൾ പാലിക്കുന്നുണ്ടാവും അല്ലെ? ഇപ്പോൾ ലോജിസ്റ്റിക്സ് നമ്മളിപ്പോ എന്താ, റോ മെറ്റീരിയൽസ് മേടിക്കുന്നു. ഈ റോ മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ എക്യുപ്മെന്റ്സ് എല്ലാം ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് എന്താകുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്നു. അതിനിപ്പോ എന്തിനാ ഈ ലോജിസ്റ്റിക്സിന് പേര് കൊടുക്കുന്നത്? അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻവെന്ററീസ് വാങ്ങുന്നു. ആ ഒരു പ്രോസസ്സിങ്ങിന് എന്തിനാ ലോജിസ്റ്റിക്സിന് പേര് കൊടുക്കുന്നത്? എന്തിനാ നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ഈ ലോജിസ്റ്റിക്സ് എന്നുള്ള ടേം വന്നത് അല്ലെ? ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ചില പീപ്പിൾസിന്റെ മനസ്സിൽ വരും വെയർ ഹൗസസ്, ഗോഡൌണുകൾ അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സ്റ്റോക്കുകൾ കൊടുന്ന് അതിലേക്ക് ഇറക്കുന്നത്. ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ ഈ ലോജിസ്റ്റിക്സ് എവിടുന്നാ വന്നേ? ഗ്രീക്ക് ടേം ലോഗോസ്. ഓക്കെ, ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഓർഡർ. നമ്മൾ ഓർഡർ ചെയ്യുന്നു. ഓർഡർ ചെയ്താൽ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുമോ? ഇല്ല. ആൻഡ് ഫ്രഞ്ച് വേർഡ് ലോഗർ, ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ലോഗർ, അതിന്റെ മീനിങ് എന്താ? ആർട്ട് ഓഫ് വാർ പെർട്ടൈനിങ് ടു മൂവ്മെന്റ് ആൻഡ് സപ്ലൈ ഓഫ് ആർമീസ്. ഓക്കെ, അതായത് എന്താണ്? ആർമീസിന്റെ കേസിൽ അവരുടെ ആർട്ട് ഓഫ് വാർ, അവിടെ എന്തെങ്കിലും യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതിൽ വരുന്ന എന്താണ്? ആർമികൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. ആ ഒരു മെത്തേഡ്. ഓക്കെ, ആ ഒരു രീതി അതാണ് എന്ത്. ഇപ്പൊ നമ്മള് ആർമീസിൽ എന്ത് വേണം? അവര് വാർ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ പോയിട്ട് നമുക്ക് എക്യുപ്മെന്റ്സും കാര്യങ്ങളും വേണം അല്ലേ? അപ്പൊ അതിന്റെ ഒക്കെ മൂവ്മെന്റ്, ആ റോ മെറ്റീരിയൽസിന്റെ, ആ ഒരു എക്യുപ്മെന്റ്സിന്റെ മൂവ്മെന്റ്, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് വേർഡ്സിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ ലോജിസ്റ്റിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഇനി സോ ദ ഒറിജിൻ ഓഫ് ലോജിസ്റ്റിക്സ് ഇസ് മിലിറ്ററി നേച്ചർ, ലേറ്റർ ഇറ്റ് ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ ബിസിനസ്. അതായത് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഇവിടെ മിലിറ്ററിയുമായിട്ട്, ആർമിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ വാറിന് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എക്യുപ്മെന്റ്സ് വേണം. അതില്ലാതെ അവർക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ, ആ ഒരു റോ മെറ്റീരിയൽസിന്റെ, ആ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതിന്റെ മൂവ്മെന്റ്, അതാണ് ഒരു ലോജിസ്റ്റിക്സിനെ മിലിറ്ററിയുമായിട്ട്, ആർമിയുമായിട്ട് എന്ത് ചെയ്യുന്നത്? കണക്ട് ആക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇൻ ബിസിനസ്, ലോജിസ്റ്റിക്സ് ഈസ് എ മാനേജ്മെന്റ് ഓഫ് ദി ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ ആൻഡ് ദ പോയിന്റ് ഓഫ് കൺസംഷൻ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഞാൻ പറഞ്ഞു അല്ലേ, ആ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പോയിന്റ് ഓഫ് ഒറിജിൻ മുതൽ, ഈ റോ മെറ്റീരിയൽസ് നമ്മൾ മേടിച്ചത് മുതൽ, ഓർഡർ ചെയ്തത് മുതൽ, അതിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ആ ഒരു കസ്റ്റമേഴ്സിന് കൺസംഷനിലോട്ട്, കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രൂപത്തിലോട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിങ്, ആ ഒരു മൂവ്മെന്റിനാണ് എന്ത് പറയുന്നത്? ഒരു ലോജിസ്റ്റിക്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ശ്രദ്ധിക്കണം? അതായത് പോയിന്റ് ഓഫ് ഒറിജിൻ, അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. പോയിന്റ് ഓഫ് ഒറിജിൻ ടു എന്താണ്? പോയിന്റ് ഓഫ് കൺസംഷൻ. ഫസ്റ്റ് റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, ദെൻ കൺവേർട്ടർ ഇൻ ടു ദ ഫിനിഷ്ഡ് ഗുഡ്സ്. ആ ഒരു ഇൻ ബിറ്റ്വീൻ പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ദാറ്റ് ഇമ്പാക്ട് ഡെവലപ്മെന്റ് ഓഫ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റിനെ, ലോജിസ്റ്റിക്സ് ഇത്രത്തോളം ഡെവലപ്ഡ് ആവാനുള്ള അതിന്റെ ബാക്കിലുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജീസ്. ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റ്വെയർസിന്റെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് ടെക്നോളജീസ് വെച്ച് വേണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഓർഡർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല്, നമ്മളുടെ ഒരു ഓർഡർ കൊടുത്തു, ഒരു ഗുഡ്സ് നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഓർഡർ കൊടുത്തു. അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു ട്രെൻഡ്, അത് എവിടെ എത്തി, നമ്മൾ പർച്ചേസ് ചെയ്ത സ്റ്റാർട്ട് ഡേറ്റ്, ഇപ്പൊ അത് എവിടെയാണ് നിൽക്കുന്നത്? ഓക്കെ, അതിന്റെ ട്രാൻസിറ്റ് എവിടെയാണ്? അങ്ങനെ ഓരോ ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്ത് വരെയാണ് ഇപ്പോ എത്തി നിൽക്കുന്നത്, അതിന്റെ റീച്ച് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ഈ ടെക്നോളജീസ് വെച്ച് എന്ത് ചെയ്യാൻ കഴിയും? ഒരുപാട് കാര്യങ്ങൾ റീച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ, ഒരുപാട് കാര്യങ്ങളിലോട്ട് ക്യാച്ച് ചെയ്യാനും കഴിയും. നമുക്ക് പെട്ടെന്ന് എന്താണ് നടക്കുന്നത്, ഇപ്പൊ നമ്മള് ഈ ഒരു ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു സപ്ലൈസിന്, ഒരൊറ്റ സപ്ലൈസിന് കയ്യിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് സപ്ലൈസിന് കയ്യിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഗൂഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പർച്ചേസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് മെഷീനറീസ്, ഒരുപാട് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് ഇതിന്റെ അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഇപ്പൊ എന്താണ്, നമുക്ക് ഇയർലി അല്ല, മന്ത്ലി തന്നെ സോഫ്റ്റ്വെയർസിന്റെ ചേഞ്ചസ് ആണ് നടക്കുന്നത്. ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ്. ഇപ്പൊ നമ്മള് ഈ ഒരു നമ്മൾ വെഹിക്കിൾ വഴിയാണ്, അല്ലെങ്കിൽ ലോറിക്ക് കണ്ടിട്ടില്ല നിങ്ങള്, വെഹിക്കിൾസ് വഴിയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തുണ്ടാവും? ഒരു സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഒരു ലാപ്പ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഗുഡ്സ്, ആ ഒരു ലോറിയിലെ വെഹിക്കിളിൽ എത്രത്തോളം ഗുഡ്സ് ഉണ്ട്, അതിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ആ ഒരു പോകുന്ന ആ ഒരു ആ ഒരു സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിന്റെ ഡയറക്ഷനും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ കമ്പ്യൂട്ടർ ടെക്നോളജീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ലോജിസ്റ്റിക്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതിനെ എത്രത്തോളം ഇത് എന്ത് ചെയ്യാൻ കഴിയും? അതായത് ഓരോ ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ആ ഓർഡർ ചെയ്തത് ആ കറക്റ്റ് ഓർഡറിൽ എത്തുന്നുണ്ടോ, ആ ഓർഡർ ചെയ്ത ആ അളവ്, ആ ഒരു ക്വാണ്ടിറ്റി, അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ, അതൊക്കെ നോക്കാൻ എന്തുണ്ട്? ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തോ, ഒരു 1 lakhന്റെ റോ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്തു. ബട്ട് നമുക്ക് എത്തിയപ്പോ അത് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആയി, ട്രാൻസ്പോർട്ടേഷന്റെ ടൈമിൽ ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആയി കുറച്ച് ഗുഡ്സ് പോയിട്ടുണ്ട്. പകുതി നമുക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ എന്താണ്, നമുക്ക് അത് എന്ത് ചെയ്യാൻ കഴിയും? കൗണ്ട് ചെയ്യാൻ കഴിയില്ലേ? അപ്പൊ ഒരുപാട് ടെക്നോളജീസ് വെച്ച് നമുക്ക്, അല്ലാതെ ഇപ്പൊ ഈ ഒരു ലക്ഷത്തിന്റെ പ്രൊഡക്ട്സ് നമുക്ക് 1, 2, 3 അങ്ങനെ എടുത്ത് കൗണ്ട് ചെയ്യാൻ കഴിയും? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ടെക്നോളജീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൗണ്ട് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. ദെൻ ഡെവലപ്മെന്റ് ഓഫ് ദി സിസ്റ്റം അപ്രോച്ച്. അതായത് മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ടെക്നോളജീസ് ആണ്, സിസ്റ്റംസ് ആണ്, സോഫ്റ്റ്വെയർസ് ആണ്. എങ്ങനെയാണ് പെട്ടെന്ന് ഇപ്പൊ ആരും അല്ലെങ്കിൽ ഒരുപാട് എംപ്ലോയീസിനെ വെച്ചിട്ടോ, ഒരുപാട് എംപ്ലോയറെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പണികൾ എടുക്കാനോ നിൽക്കുന്നില്ല. ഒക്കെ എന്താണ്? മെഷീനറീസിന്റെ സ്ഥലത്ത്
പെട്ടെന്ന്, അതായത് ടൈം ഡിലേ വരാതെ പെട്ടെന്ന് അറ്റ് എ ടൈമിൽ കസ്റ്റമർ പറഞ്ഞ ടൈമിങ്ങിൽ സാധനം അവരുടെ പ്രൊഡക്ട്സ് അവരിലേക്ക് എത്തിക്കുക. അതിനെന്താണ്, ഏത് മെഷീനറിയാണ്, ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യേണ്ടത്, അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യാണ് ഇപ്പോൾ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ടോട്ടൽ കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇനി ഈ ലോജിസ്റ്റിക്സിന്റെ കേസിൽ എടുക്കുമ്പോൾ മിനിമം ലെവൽ ഇൻവെന്ററീസ് ആണ് എടുക്കേണ്ടത്. മിനിമം, ഓക്കെ. അതായത് ഒരുപാട് ഇൻവെന്ററീസ് വാങ്ങിക്കൂട്ടി അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് വാങ്ങി അതിനെ ഔട്ട്ഡേറ്റഡ് സ്റ്റോക്ക് ആക്കാതെ അല്ലെങ്കിൽ ഡാമേജ് സ്റ്റോക്ക് ആക്കി ഒഴിവാക്കാതെ അതിന് പകരം എന്താണ്, നമുക്ക് എത്ര പ്രൊഡക്ട്സ് ആണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്, ആ മാനുഫാക്ചർ ചെയ്യേണ്ട ആ പ്രൊഡക്ട്സ് മാത്രം എന്ത് ചെയ്യുക, അത് മാത്രം എന്ത് ചെയ്യുക, അതിന് റിക്വയർമെന്റ് ആയിട്ടില്ല, അത്രയും റിക്വയർമെന്റ്സിൽ വേണ്ട അതിന് ആവശ്യമായിട്ടുള്ള അത് കവർ ചെയ്യുന്ന സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്താണ്, അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാക്സിമം ഔട്ട്പുട്ടിലോട്ട് അല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് കോസ്റ്റ് പറയുന്നത്. ദെൻ റെക്കഗ്നിഷൻ ഓഫ് ഇമ്പോർട്ടന്റ് റോൾ ഓഫ് ലോജിസ്റ്റിക്സ്. ഇനി അതായത് ലോജിസ്റ്റിക്സിന്റെ റോളിന്റെ അതായത് ലോജിസ്റ്റിക്സ് വേണമെന്നുള്ളത്, ലോജിസ്റ്റിക്സ് കൊണ്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വരുത്താൻ കഴിയുന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു ആളുകൾക്ക്. കാരണം ഇത്തരത്തിലുള്ള ഗോഡനുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യാൻ കഴിയും, ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാൻ കഴിയും, അവരിലോട്ട് എത്തിക്കാൻ കഴിയും. അപ്പോൾ ആളുകൾക്ക് ഇപ്പൊ എന്താണ്, ആദ്യം ഒന്നും ഇപ്പോ ഈ ലോജിസ്റ്റിക്സ് എന്താണോ, അത് ലോജിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാനൊന്നും ആരും തയ്യാറായിരുന്നില്ല. അത് പഠിച്ചപ്പോൾ സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ പഠിച്ച നമുക്ക് അത്രയും സാലറി ഉള്ള ജോബ് കിട്ടുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പോഴത്തെ കേസിൽ എല്ലാവരും ലോജിസ്റ്റിക്സിലോട്ട് ഇറങ്ങണം. അപ്പൊ ലോജിസ്റ്റിക്സ് എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഇനി എത്ര ദൂരത്ത്, എത്ര കൺട്രിയിൽ, ഇന്റർനാഷണൽ ലെവലിലെ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഷിപ്മെന്റ് വഴി എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ നമ്മളെ പ്ലേസിലോട്ട് എത്തിക്കാൻ കഴിയും. അപ്പൊ എത്രത്തോളം ലോജിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ലോജിസ്റ്റിക്സിനെ കുറിച്ച് എന്ത് ചെയ്യാൻ കഴിയും, ആളുകൾ പഠിക്കാൻ തുടങ്ങിയത്, ജോബിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പൊ അതാണ് പറയുന്നത്, ലോജിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സിൽ എന്താ വരുന്നത്, ഫസ്റ്റ് വൺ ആണ് ബിസിനസ് ലോജിസ്റ്റിക്സ്. ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ നോക്കാം അല്ലെ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. ഓക്കെ, ബിസിനസ് ലോജിസ്റ്റിക്സ് is the part of the supply chain process that plans, implements and controls the efficient flow and storage of goods and services from origin to consumption. ബിസിനസ് ലോജിസ്റ്റിക്സിൽ എന്താ വരുന്നത്, അവിടെ എന്താ ചെയ്യുന്നത്, പ്ലാൻസ്, ഇംപ്ലിമെന്റ്സ് ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗുഡ്സ് വാങ്ങിയിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങി സ്റ്റോക്ക് മേടിച്ചിട്ട് ആ സ്റ്റോക്ക് നമ്മളെ ഗോഡൌണിൽ എത്തി. ഓക്കെ, മേടിച്ച് ആ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഗോഡൌണിൽ എത്തി നമ്മൾ സ്റ്റോർ ചെയ്തു. ആ സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന വരെയുള്ള ആ ഒരു ഹോൾ പ്രോസസ്സിങ്ങിന്റെ ആ ഒരു കൺട്രോളിങ്ങും ആ ഒരു ഇംപ്ലിമെന്റും അതിന്റെ എഫിഷ്യന്റ് ഫ്ലോ അതൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്, ബിസിനസ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഹോൾ പ്രോസസ്സിന് എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാണ്, അതാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് എന്ത്, മിലിറ്ററി ലോജിസ്റ്റിക്സ്. മിലിറ്ററി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈസ് ദ ഡിസൈൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സപ്പോർട്ട് ഫോർ ദ ഓപ്പറേഷണൽ പ്രിപ്പയർനെസ്, ട്രാൻസ്ഫർ ഓഫ് പേഴ്സണൽ ആൻഡ് മെറ്റീരിയൽസ്, മെയിൻ്റനൻസ് ഓഫ് ദി മെറ്റീരിയൽസ് ഫോർ എമർജൻസി സിറ്റുവേഷൻസ്. അതായത് ഇപ്പോ ഈ മിലിറ്ററിയിൽ അല്ലെങ്കിൽ ആർമിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഒരു വാർ വന്ന അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, അവർക്ക് എന്താണ്, മെറ്റീരിയൽസ് വേണമല്ലേ, എക്യുപ്മെന്റ്സ് വേണമല്ലേ. അതിന്റെ അപ്പൊ എംപ്ലോയീസിന് എന്ത് വേണം, മെറ്റീരിയൽസ് വേണം, എക്യുപ്മെന്റ്സ്. അതിന്റെ എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ട്രാൻസ്ഫറിങ് അത് എംപ്ലോയീസിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ അത് ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും അത് എന്ത് ചെയ്യുക, അത് ആ ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുന്ന എന്തുകൊണ്ട് റോ മെറ്റീരിയൽസ് വേണ്ടേ, നല്ല ഇപ്പൊ ആ എക്യുപ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ഗൺ തന്നെ അത് ഉണ്ടാക്കുന്ന എന്ത് ചെയ്യണം, അതിൻ്റെതായ റോ മെറ്റീരിയൽസ് വേണമല്ലേ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി ആ ഒരു എക്യുപ്മെന്റ് ആക്കി പേഴ്സണൽ, അതായത് എംപ്ലോയീസിന്റെ കയ്യിൽ, ആർമീസിന്റെ കയ്യിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിനെ വിളിക്കുന്ന പ്രോസസ്സിംഗ് വിളിക്കുന്ന പേരാണെന്ത്, മിലിറ്ററി ലോജിസ്റ്റിക്സ്. ക്ലിയർ? ദെൻ ഈവന്റ് ലോജിസ്റ്റിക്സ്. ഈവന്റ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മള് ഒരു മാരേജ് വർക്ക്, പെട്ടെന്ന് എക്സാമ്പിൾ എടുക്കുന്നില്ല, മാരേജിൽ ഒരു ഈവന്റ് നടത്താം, ഒരു ഹൽദി അല്ലെങ്കിൽ എന്താ നമ്മൾ മെഹന്തി നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അത് ഒരു ഈവന്റ്, അല്ലെങ്കിൽ ഒരു മാരേജ് ഒരു ഈവന്റ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ജസ്റ്റ് ഈവന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിൽഡിംഗ്, ഒരു പ്ലേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
സെലക്ട് ചെയ്യുന്നുണ്ട്, അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് അതിന്റെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളും. ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ സ്റ്റേജിന് എന്ത് വേണം, ഡെക്കറേഷൻ വേണം. നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നല്ല ലൈറ്റ് ഒക്കെ വരുന്ന ആ ഒരു ലൈറ്റനിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യുക, അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ എന്ത് വേണം, ഒരുപാട് എക്യുപ്മെന്റ്സ്, ഒരുപാട് റോ മെറ്റീരിയൽസ് വേണം. നമ്മൾ ഈ ഒരു കമ്പി കൊണ്ടൊക്കെ കണ്ടിട്ടില്ലേ, ഒരുപാട് ഡെക്കറേറ്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേഷൻ വന്ന ലൈറ്റും കാര്യങ്ങളും എല്ലാ ഫ്ലവേഴ്സും എല്ലാം വന്നിട്ട്, നമ്മൾ അതേപോലെ ക്ലോത്ത് ഒക്കെ നമ്മൾ ഈ ഒരു കർട്ടൺ പോലെയൊക്കെ ക്ലോത്ത് ഒക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിൽ എന്ത് വേണം, ആ ഒരു ഇവന്റ് ഡെക്കറേറ്റ് ചെയ്യാൻ, ആ ഒരു പ്രോഗ്രാം ഡെക്കറേറ്റ് ചെയ്യാൻ എന്ത് വേണം, റോ മെറ്റീരിയൽസ് വേണം അല്ലേ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഗുഡ്സുകൾ എന്ത് ചെയ്യുക, അവിടെ എത്തിക്കുക. അത് ആ ഒരു പ്രോസസ്സിംഗ് എന്ത് പറയുന്നത്, ഈവന്റ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതാണ് സർവീസ് ലോജിസ്റ്റിക്സ്. സർവീസ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നത്, അക്വിസിഷൻ, ഷെഡ്യൂളിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദി ഫെസിലിറ്റീസ്, അസറ്റ്സ്, പേഴ്സണൽ മെറ്റീരിയൽ ടു സപ്പോർട്ട് ഫോർ സർവീസ് ഓപ്പറേഷൻസ്. അതായത് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ചെയ്യുന്നത് എന്താ, ഒരു സർവീസാണ് അല്ലേ. ഒരു ടീച്ചർ ചെയ്യുന്നത് എന്താ, സർവീസാ. ഇനിയിപ്പോ ഡോക്ടർ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡോക്ടർക്ക് ഇപ്പൊ ഒരു പനി വന്നു കഴിഞ്ഞാല്, പനി വരുമ്പോൾ ആ ഒരു അവരത് വെച്ച് നോക്കില്ലേ, നമ്മളെ ചെസ്റ്റിൽ വെച്ച് നോക്കില്ലേ. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, അവര് ഇതേപോലെ പനി വന്നാൽ നമ്മള് വായി ജസ്റ്റ് ടെമ്പറേച്ചർ ഒക്കെ നോക്കില്ലേ. അപ്പൊ എന്താണ്, അതിനൊക്കെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ അവര് ജസ്റ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ജസ്റ്റ് എന്ത് ചെയ്യും, മെഡിസിൻസ് അവർ തരും. അതൊക്കെ എന്താ, അവര് ആ ഒരു സർവീസ് ചെയ്യാൻ അവർക്ക് ഇതൊക്കെ വേണം. അപ്പൊ ഇതൊക്കെ എന്താ, റോ മെറ്റീരിയൽസ് അതായത് ഇതൊക്കെ എന്താണ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഇത് ഉണ്ടാക്കാൻ എന്ത് വേണം, ഒരുപാട് റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടല്ലേ, ഒരുപാട് സ്റ്റോക്കും ഇൻവെന്ററീസ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നത്. അതേപോലെ ടീച്ചിങ്ങിൽ നമ്മൾ വരുമ്പോ എന്താണ്, ടീച്ചർ വെറുതെ ക്ലാസ് എടുക്കുകയാണോ, അല്ല, അവിടെ എന്തുണ്ട്, ബുക്സ് ഉണ്ട്, അവിടെ ടേബിൾ ഉണ്ട്, ഫർണിച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താ, അതൊക്കെ ഉണ്ടാവുമ്പോഴേ എന്താവുള്ളൂ, അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ എന്താ, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ്. അതിന്റെ ബാക്കിൽ എന്തുണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്. റോ മെറ്റീരിയൽസ് എന്താണ് എന്തായിട്ടുള്ളത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, സർവീസ്, അതായത് ഇത്തരത്തിൽ ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നത്, സർവീസ് ലോജിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ്, കീ ലോജിസ്റ്റിക്സ് ടേംസ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ, അതായത് ലോജിസ്റ്റിക്സിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട കുറച്ച് ടേമുകളാണ് നമ്മൾ നോക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സപ്ലൈസ്, കമ്മോഡിറ്റീസ്, ഗുഡ്സ്, പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റോക്സ്. ഇതൊക്കെ എന്താ, സപ്ലൈസ് എന്താ, നമ്മൾ റോ മെറ്റീരിയൽസ് മേടിക്കുക. കമ്മോഡിറ്റീസ് ഗുഡ്സ് തന്നെ, ഒക്കെ സെയിം മീനിങ് ആണ്. ഗുഡ്സ്, പ്രൊഡക്റ്റ് ആൻഡ് സ്റ്റോക്ക്, അതായത് റോ മെറ്റീരിയൽസിനാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ, റോ മെറ്റീരിയൽസിനാണ് ഇത് എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി വരുന്ന യൂസേഴ്സ്, ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്. അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഫൈനലി ആരാണോ യൂസ് ചെയ്യുന്നത്, ആരാണത് ഫൈനലി എൻഡ് യൂസേഴ്സ് ആരാണ്, അവരാണ് ആര്, യൂസേഴ്സ്, ക്ലയൻസ്, കസ്റ്റമേഴ്സ്. ദെൻ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയുന്നത് ആരതിൽ വരുന്നത്, വെയർ ഹൗസസ്, സോൾ സ്റ്റോക്കിംഗ് പോയിന്റ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സെർവിംഗ് വേരിയസ് റീറ്റെയിലേഴ്സ്. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെയർ ഹൗസസ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലാസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി നമ്മൾ ഹോൾസെയിലേഴ്സിന് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന് വിൽക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഷോപ്പിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിങ്ങിനെയാണ് എന്ത് പറയുന്നത്, ആ ഒരു വെയർ ഹൗസസിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. നമ്മുടെ വെയർ ഹൗസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിത് റോ മെറ്റീരിയൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സിന് ആർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഹോൾസെയിലേഴ്സിന് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിന്. അവരാണ് പിന്നെ ഇത് എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനോട് എത്തിക്കുന്നത്. അപ്പോൾ അവരുടെ ഗോഡൌൺ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ കീപ്പ് ചെയ്യും. അതിനെ എന്ത് പറയുന്നത്, സെൻട്രൽ, രണ്ടിനെയും കൂടിയാണ് എന്ത് പറയുന്നത്, സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ എന്ന് പറയുന്നത്. ഇനി സർവീസ് ഡെലിവറി പോയിന്റ്സ്, ഫെസിലിറ്റി വെർ കസ്റ്റമേഴ്സ് റിസീവ് സപ്ലൈസ് ഡയറക്ട്ലി. അതായത് കസ്റ്റമേഴ്സ് ഇപ്പൊ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പോയി എന്ത് ചെയ്യുന്നില്ല, കസ്റ്റമേഴ്സ് പ്രൊഡക്ട്സ് മേടിക്കുന്നില്ല. അവർ എന്താ ചെയ്യുക, റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് പോയി മേടിക്കുക ചെയ്യുക. ഇപ്പൊ നമ്മൾ തന്നെ ലോക്കൽ ഷോപ്പിൽ പോയി നമ്മൾ മേടിക്കും, അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ പോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കും. ഇത് ഉണ്ടാക്കിയ ആളുകളെ കയ്യിൽ പോയി നമ്മൾ മേടിക്കുവോ, അത് നമ്മൾ ചില ബുക്സിന്റെ ബാക്കിൽ കുന്നംകുളം മെയ്ഡ് ബൈ എവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ പേര്, അവിടെ പോയി നമ്മൾ പ്രൊഡക്ട്സ് മേടിക്കോ, ഇല്ല. നമ്മൾ ആരെടുത്ത് പോയിട്ട് ഡയറക്ട്ലി പ്രൊഡക്ട്സ് മേടിക്കുക, ഈ ഒരു റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ പോയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ പോയിട്ട്. അല്ലാതെ ഇത് ആരാണോ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത്, ഗുഡ്സ് ആരാണോ മാനുഫാക്ചർ ചെയ്ത് അവരുടെ കയ്യിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മേടിക്കുന്നില്ല. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇൻവെന്ററി. എന്താണ് ഇൻവെന്ററി, ഇതിലെ റോ മെറ്റീരിയൽസ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ്
പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിക്കുന്നതാണ് എന്ത് ഈ ഒരു ഇൻവെന്ററീസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്ത് ഈ റോ മെറ്റീരിയൽസ് വേണം. അല്ലാതെ ഇപ്പൊ ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ നമുക്ക് റോ മെറ്റീരിയൽസ് ഇല്ലാതെ വെറുതെ പ്രൊഡക്ട്സ് ഉണ്ടാവോ? ഇല്ല. ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വെറുതെ ഒരു സാധനം കൊണ്ടൊന്നും ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. ഓക്കെ, ഇനി പൈപ്പ് ലൈൻ ഇൻ ട്രാൻസിറ്റ് ലൈക്ലി ടു റീച്ച് എൻഡ് യൂസർ ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് ഈ പൈപ്പ് ലൈൻ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഈ ഒരു എൻഡ് യൂസറിന്റെ അടുത്തോട്ട് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് ഈ പൈപ്പ് ലൈൻ ഫെസിലിറ്റീസ് ഒക്കെ. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും? അത് ആരാണോ ഓർഡർ ചെയ്ത് അവരുടെ കയ്യിൽ എത്തിക്കാണ്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മള് ഓൺലൈൻ വഴി ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. അതെന്ത് ഈ പൈപ്പ് ലൈൻ വഴി എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ അടുത്തോട്ട് എത്തിക്കും. നിയറസ്റ്റ് ഫ്യൂച്ചർ, അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ അടുത്തോട്ട് എത്തിക്കാൻ കഴിയുന്ന ആ ഒരു ഫെസിലിറ്റിയാണ് എന്ത് വിളിക്കുന്നത്? പൈപ്പ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതാണ് എന്ത് ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം ബിറ്റ്വീൻ ദ ഓർഡർ ഓഫ് ന്യൂ സ്റ്റോക്സ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് അവൈലബിൾ ടു യൂസ്. നമ്മൾ പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ ഇന്നാണ് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ആ പ്രൊഡക്റ്റ് കിട്ടാൻ എത്ര ടൈം നമുക്ക് വന്നു, എന്നാണ് നമുക്ക് കിട്ടിയത്? ഓക്കെ, ആ ഒരു ടൈമിനാണ് എന്ത് പറയുന്നത്? ലീഡ് ടൈമോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും, എത്ര ഡിലേ വരും. ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചു, ഓർഡർ ചെയ്തോ, ഒരു 25-ാം തീയതി അല്ലെങ്കിൽ 20-ാം തീയതി നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക വിചാരിക്കുക. 25-ാം തീയതി, ചിലപ്പോൾ 25-ാം തീയതി കിട്ടണമെന്നില്ല. എന്തെങ്കിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ എന്തെങ്കിലും ഷിപ്മെന്റിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 26-27 മാറാം. അപ്പൊ ആ ഒരു ടൈമിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഇപ്പൊ മനസ്സിലായോ? നമ്മളിപ്പോ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ലോജിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു പേപ്പറിൽ എന്താ പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫാക്ടേഴ്സ്, കൺസെപ്റ്റ്, ടൈപ്സ്, അതേപോലെ കീ ലോജിസ്റ്റിക്സ് ടേംസുകൾ, ഒരുപാട് ലോജിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, നല്ലൊരു പേപ്പറാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്യാച്ച് ചെയ്യാൻ കഴിയും. ടഫ് ഒന്നും ഇല്ല. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്? എന്താണ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലെ? It aims to facilitate the flow of material across the supply chain of enterprise to cost effectively make available the right product at the right place at the right time. നിങ്ങൾ എവിടെയോ കേട്ടിട്ടില്ലേ? റൈറ്റ് പ്രൊഡക്റ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മാനേജേഴ്സിന്റെ ഫംഗ്ഷനില് ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു 3 വേർഡ്സ്: റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. എന്താ ചെയ്യുന്നത്? അതായത് പ്രൊഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അക്രോസ് ദ സപ്ലൈ ചെയിൻ ഓഫ് എന്റർപ്രൈസ്. നമ്മൾ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ്? ഓർഡർ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ പർച്ചേസിങ് എങ്ങനെയാ? വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. ഓക്കെ, നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് അതിനെന്താക്കാണ്? ഈ റോ മെറ്റീരിയൽസിന് എന്താക്കുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിനെ റൈറ്റ് പ്രൊഡക്റ്റ് അവൈലബിൾ ദ റൈറ്റ് പ്രൊഡക്റ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. അതായത് കസ്റ്റമേഴ്സ് എന്നാണ് ഈ പ്രൊഡക്റ്റ് ആവശ്യപ്പെടുന്നത് ആ ടൈമിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക, അവരുടെ കറക്റ്റ് പ്രൈസിൽ എത്തിച്ചു കൊടുക്കുക. കറക്റ്റ് അവർ പറഞ്ഞ ഓർഡർ ചെയ്ത ഈ പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യുക? ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യുക? അവരിലോട്ട് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ക്ലിയർ? അതായത് നമ്മളൊരു പ്രൊഡക്ട്സ് മേടിക്കും, നമ്മൾ റോ മെറ്റീരിയൽസ് മേടിച്ച് അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് റോ മെറ്റീരിയൽസ് മേടിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട ആ ഒരു ടൈമിങ്ങിൽ, ആ ഒരു കറക്റ്റ് ടൈമിൽ അവരുടെ കറക്റ്റ് പ്രൈസിൽ അവർ പറഞ്ഞ സെയിം പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുക? അവർക്ക് മിനിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മിനിമം കോസ്റ്റിൽ എന്ത് ചെയ്യുക? അവർക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അവരിലോട്ട് എത്തിക്കുന്ന, അവർക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി അവരിലോട്ട് എത്തിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? അവരിലോട്ട് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്. ക്ലിയർ? അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗുഡ്സ് എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, വെയർഹൗസ് ഫെസിലിറ്റീസ് വരുന്നുണ്ട്, സ്റ്റോറേജ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഹോൾ പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലോജിസ്റ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്കിനി.
ദ റൈറ്റ് മെറ്റീരിയൽ. റൈറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്താ? ദ റൈറ്റ് മെറ്റീരിയൽ. റിക്വയർഡ് പ്രൊഡക്റ്റ് ഓർ സർവീസ് മസ്റ്റ് ബി അവൈലബിൾ അറ്റ് ടൈം. അതായത് അവർ പറഞ്ഞ നമ്മൾ എന്താണ്? റിക്വയർഡ് പ്രൊഡക്റ്റ് ഓർ സർവീസ് മസ്റ്റ് ബി അവൈലബിൾ അറ്റ് ടൈം. അതായത് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണോ, കസ്റ്റമർ എന്ത് പ്രൊഡക്റ്റ് ആണോ ഓർഡർ ചെയ്തിട്ടുള്ളത്, ഏത് പ്രൊഡക്റ്റ് ആണോ ഓർഡർ ചെയ്തിട്ടുള്ളത്, ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായുള്ള ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായുള്ള മെറ്റീരിയൽസ്, കറക്റ്റ് ആയുള്ള റൈറ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യാം? മേടിക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? അവർ പറഞ്ഞ ആ ഒരു റിക്വയർഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുക? അവർക്ക് എത്തിച്ചു കൊടുക്കാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലേഡിയാണ് വിചാരിക്കുക, അവര് ഒരു ചുരിദാർ, ഓക്കെ, ചുരിദാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് വിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവർ ഡിസൈൻ ചെയ്യിപ്പിക്കാണ്. അപ്പൊ ഡിസൈൻ ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ ഈ പ്രൊഡക്റ്റ് അവർ മേടിക്കുന്നതിന് പകരം ഡിസൈൻ ചെയ്യിപ്പിക്കാം. അപ്പൊ ഈ കമ്പനീസ് എന്ത് ചെയ്യാണ്? അതിന് വേണ്ട റോ മെറ്റീരിയൽ, സ്റ്റോണും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു ചുരിദാറാണ്, അപ്പൊ ചുരിദാർക്ക് എന്ത് വേണം? സ്റ്റോണും കാര്യങ്ങളും, ഡിസൈനും, ഷാളും അതിന്റെ ക്ലോത്ത് ഒക്കെ നല്ലത് വേണം. അപ്പൊ അവർ നമുക്കൊരു പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്, അതേപോലെ ചുരിദാർ വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതേപോലെ ചുരിദാർ വേണമെങ്കിൽ, ആ സ്റ്റോൺ ഒക്കെ വേണമെങ്കിൽ കറക്റ്റ് മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്യണം, റോ മെറ്റീരിയൽസ് നമ്മൾ കറക്റ്റ് ഓർഡർ ചെയ്യണം. അപ്പൊ കറക്റ്റ് അവർ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് റോ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർ പറഞ്ഞ ടൈമിങ്ങിൽ എന്ത് ചെയ്യാണ്? ആ ഒരു ചുരിദാർ അവർ കാണിച്ചു തന്ന ഡിസൈനിൽ പോലത്തുള്ള ആ ചുരിദാറിനെ അവർക്ക് എന്ത് ചെയ്യാണ്? എത്തിച്ച് കൊടുക്കണം. അതാണ് എന്ത് പറയുന്നത്? ദ റൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ക്വാണ്ടിറ്റി. റൈറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആർ അവൈലബിൾ ഫോർ ഈസി ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1 lakh റുപ്പീസിന്റെ സ്റ്റോക്കുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് 1 lakh റുപ്പീസിന്റെ സ്റ്റോക്കില് ഒരു അത്രയും ഒരുപാട് എന്തിന് ബൾക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട്. 1 lakh റുപ്പീസിന്റെ സ്റ്റോക്കാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് എത്തിക്കഴിഞ്ഞപ്പോ ഓർഡർ ചെയ്തു, നമ്മൾ വെയർ ഹൗസിലോട്ട് എത്തുമ്പോൾ എന്താണ്? 1 lakhന്റെ ഗുഡ്സ് ഒന്നും അതിലില്ല. ഓക്കെ, നമ്മൾ പോയി നോക്കി ഓർഡർ ചെയ്തപ്പോ എന്താണ്? അതിൽ 1 lakhന്റെ ഗുഡ്സ് നമ്മൾ സെറ്റ് ആക്കി വന്നതാണ്. ഇവിടെ എത്തിയപ്പോ നമ്മൾ വെയർ ഹൗസിലോട്ട് എത്തിയപ്പോ അത് 1 lakhന്റെ ഗുഡ്സ് ഒന്നും അതിലില്ല. എന്തൊക്കെ നഷ്ടമുണ്ട്, അതായത് ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രോഡ് നടന്നിട്ടുണ്ടാവാം. ഓക്കെ, പ്രാക്ടീസ് നടന്നിട്ടുണ്ടാവും. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ്, അത്രയും ഗുഡ്സ് എന്ത് ചെയ്തിട്ടില്ല? ഇല്ല, 1 lakhന്റെ ഗുഡ്സ് അവിടെ ഇല്ല, സ്റ്റോക്ക് ഇല്ല. അപ്പൊ അങ്ങനെ അല്ലാതെ അപ്പൊ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെ ബിസിനസ്സേഴ്സിനെ ചീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാണ്? അവര് പറഞ്ഞ ഗുഡ്സ്, ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ നമുക്ക് ഗുഡ്സ്, അത്രയും ഗുഡ്സ് നമുക്ക് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സ് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ ഗുഡ്സ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിനെ നമ്മൾ പറ്റിക്കുന്ന പോലെയാവും. അപ്പൊ എന്ത് ചെയ്യാ? നല്ല അവര് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യാ? ഗുഡ്സ് എന്ത് ചെയ്യാ? അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാ? മാനുഫാക്ചേഴ്സ്, സപ്ലൈസ് എന്ത് ചെയ്യാ? എത്രയും ഇപ്പൊ 1 lakhന്റെ ഗുഡ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്, ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ആ 1 lakhന്റെ ഗുഡ്സിന് എന്ത് ചെയ്യാ? കറക്റ്റ് എത്തിച്ചു കൊടുക്കുക. ചിലപ്പോൾ ഒന്നൊക്കെ രണ്ടിനൊക്കെ നഷ്ടപ്പെടാം. ട്രാൻസ്പോർട്ടേഷന്റെ കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആയി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാരണം ചിലപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ ചില പ്രൊഡക്ട്സ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഷിപ്മെന്റിലാക്കി നമ്മൾ വെഹിക്കിളാക്കി കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് വരുന്ന വഴി ചിലപ്പോൾ പോവാം. അങ്ങനെ ചില കേസസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ ഗുഡ്സ് നമ്മൾ വരുന്ന വഴിയിൽ എന്ത് ചെയ്യാം? ഇത് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആയി പോവാം. അപ്പൊ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ആദ്യം തന്നെ. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? കറക്റ്റ് ക്വാണ്ടിറ്റി ഗുഡ്സ് എത്തിയിട്ടില്ലേ നോക്കുക. ഈ കറക്റ്റ് ക്വാണ്ടിറ്റി വെച്ചിട്ട് തന്നെ അല്ലേ നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്ത രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുക? അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നെ വരുന്നതാണ് എന്ത്? റൈറ്റ് കണ്ടീഷൻ. റൈറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് മെയ്ഡ് കെപ്റ്റ് ഫോർ ക്ലയന്റ് റിക്വയർമെന്റ്സ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിള് നമ്മളോട് ഒരു കസ്റ്റമർ പറഞ്ഞു, ഒരു ക്ലയന്റ് പറഞ്ഞു, അവർക്ക് ഒരു കേക്ക് വേണം. ഓക്കെ, ഒരു കേക്ക്, വാഞ്ചോ കേക്ക്, ഫോർ എക്സാമ്പിൾ വാഞ്ചോ കേക്ക് വേണം. അപ്പൊ അതിൽ ഇത്ര ഫില്ലിങ്സ് വേണം, ഇത്ര ഇൻഗ്രീഡിയൻസ് വേണം എന്നൊക്കെ അവർ പറയണം. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പറയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? കസ്റ്റമേഴ്സ്, ക്ലയന്റ് പറഞ്ഞ റിക്വയർമെന്റ്സിൽ എന്ത് ചെയ്യാ? നമ്മൾ കറക്റ്റ് ക്വാളിറ്റി അതിന്റെ അത്രയും ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡ് ആക്കി, അല്ലാതെ വെറുതെ ഈ കളറുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ എന്ത് ചെയ്യുക? ക്വാളിറ്റി പ്രൊഡക്ട്സ്, നല്ലൊരു കേക്ക്, എല്ലാവർക്കും ടേസ്റ്റബിൾ ആയിട്ടുള്ള, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാതെ നമ്മളെ ബോഡിയെ ക്വാളിറ്റി വരുത്തുന്ന അല്ലെങ്കിൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ്, അതായത് ഒരു കേക്ക് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? ഫുഡ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക? ഈ ഒരു കേക്ക് എന്ത് ചെയ്യുക? അവർ പറഞ്ഞ ആ ഡെക്കറേഷനിൽ, അവർ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ, പറഞ്ഞ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുക? അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുക. ക്ലിയർ? അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റ് കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് റൈറ്റ് ടൈം അല്ലേ? നെക്സ്റ്റ് പോയിന്റ് ആണ് റൈറ്റ് ടൈം. റൈറ്റ് ടൈം എന്താ? അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് മെയ്ഡ് അവൈലബിൾ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ ടൈം റിക്വയർഡ് യൂസേഴ്സ്. ഇപ്പോ ഞാനൊരു കസ്റ്റമർ, ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാണ്, അല്ലെങ്കിൽ വീട്ടിലൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, ഇത്ര ഫുഡ് വേണമെന്ന് പറയാണ്. ഒരു 100 പേർക്കുള്ള ഫുഡ് വേണമെന്ന് പറയാണ്, 100 പേർക്കുള്ള ഫുഡ്. അപ്പോൾ ഡേറ്റ് പറയാൻ നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഡേറ്റ് പറയണം. അപ്പൊ അന്ന് അവർ എന്ത് ചെയ്യണം, ആ ഒരു കറക്റ്റ് ഡേറ്റിൽ, ഇപ്പൊ നെക്സ്റ്റ് മന്ത് ഒക്ടോബർ 3-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ ആ ഒക്ടോബർ 3-ന് അവർ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ നടക്കുന്ന അന്നാണ്, അന്ന് അവർ എന്ത് ചെയ്യണം, ഒരു 100 പേർക്കുള്ള 100 പീപ്പിളിനുള്ള ഫുഡ് അവർ എന്ത് ചെയ്യണം, നമ്മുടെ പ്ലേസിലോട്ട് അവർ എത്തിച്ചു തരണം ആ റൈറ്റ് ടൈമിൽ. ഇപ്പൊ രാവിലെ 10 മണിക്കാരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 10 മണിക്ക് എന്ത് ചെയ്യണം, ആ 3-ാം തീയതി 10 മണിക്ക് അവർ എന്ത് ചെയ്യണം, ആ ഒരു ഫുഡുകൾ എന്ത് ചെയ്യണം, അവര് ഒരു 100 പേർക്കുള്ള ഫുഡുകൾ എന്ത് ചെയ്യണം, അവര് എത്തിച്ച് തരണം. അതിപ്പോ 4-ാം തീയതി എത്തിച്ചതിന്റെ കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് കിട്ടേണ്ട ഫുഡ് 3 മണിക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് കറക്റ്റ് ടൈമിങ്ങിൽ എന്ത് ചെയ്യണം, അവരത് നമ്മുടെ പ്ലേസിലോട്ട് എത്തിച്ചു തരണം. ഓക്കെ, അതാണ് പറയുന്നത്. കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ ഫുഡ് കിട്ടണം എന്നാണ് പറയുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിങ്ങിൽ ആ ഫുഡ് നമുക്ക് കിട്ടണം. ഇനി വരുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്, റൈറ്റ് പ്ലേസ്. റൈറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ബി അവൈലബിൾ അറ്റ് ദ പ്ലേസ് വെർ യൂസർ നീഡ്സ് ഇറ്റ്. അതായത് ഈ ഫുഡ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് എന്താ, നമ്മുടെ വീട്ടിലല്ല, ഓഡിറ്റോറിയത്തിലാണ് വിചാരിക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ അവർ ഫുഡ് കൊണ്ട് വന്നിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണം, അവർ ഓഡിറ്റോറിയത്തിൽ തന്നെ എത്തണം. അതായത് കറക്റ്റ് പ്ലേസിക്ക് എന്ത് ചെയ്യണം, അവർ ആ ഫുഡ് കൊണ്ട് എത്തണം. അതാണ് പറയുന്നത്. ഇനി വരുന്നതാണ് എന്ത്, റൈറ്റ് കോസ്റ്റ്. പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവട്ടെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് പോയിന്റ്സ് കത്തും. റൈറ്റ് കോസ്റ്റ്. റൈറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എൻഷുർ ദ കോസ്റ്റ് ഓഫ് ഐറ്റംസ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ബൈ ബയേഴ്സ്. ഇപ്പോ ഈ 100 പേർക്കുള്ള ഫുഡ് ഉണ്ടല്ലോ, അതിന്റെ എക്സാമ്പിൾ എടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 100 പേർക്കുള്ള ഫുഡ് ഉണ്ടല്ലോ, അതിപ്പോ നമുക്കറിയാം, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ എത്രയാവും, അല്ലെങ്കിൽ ഇവരിൽ നിന്നും വേറെ ആൾക്ക് കൊടുത്താൽ എത്ര നമുക്കറിയാം, ഒരു 100 പേർക്കുള്ള ഫുഡ്. അപ്പൊ ഇവര് പറയാൻ ഒരു 100 പേർക്കുള്ള ഫുഡിന്റെ എമൗണ്ട് ഇവര് പറഞ്ഞു, അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പുറത്തേക്ക് ഇവരെ അല്ല വേറെ കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വേറെ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കോസ്റ്റ് കുറവായിട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ കയ്യിൽ നിന്ന് മേടിക്കൂല. ഒരു എമൗണ്ട് പറയുമ്പോൾ നമുക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, വേറെ ആളുകളോട്ട് എന്ത് ചെയ്യും, ഏൽപ്പിക്കും. അപ്പൊ അതാണ് പറയുന്നത്, കോസ്റ്റ്, റൈറ്റ് കോസ്റ്റ് മാത്രം പറയാം. അല്ലാതെ എന്ത് ചെയ്യില്ല, അതിൽ ഒരുപാട് ഇവർ പറയുന്ന ആ ഒരു പ്രൈസിൽ ഒരുപാട് പ്രോഫിറ്റ് അവർ എടുത്തിട്ട് എന്ത് ചെയ്യരുത്, കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, റൈറ്റ് കസ്റ്റമേഴ്സ്. റൈറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുഡ്സ് ആൻഡ് സർവീസസ് ഹാവ് ടു സപ്ലൈ ടു റൈറ്റ് യൂസേഴ്സ്. ഇത് ആർക്കാണോ ആവശ്യം അവരിലോട്ട് എത്തിക്കാം. ഈ പ്രൊഡക്റ്റ് ആരാണോ ആവശ്യപ്പെട്ടുള്ള എന്ത് ചെയ്യുക, അവരിലോട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലോട്ട് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ലോജിസ്റ്റിക്സ് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ലോജിസ്റ്റിക്സ് എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ ഇവിടെ? കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. നമ്മൾ ലോജിസ്റ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചു, നമ്മൾ ലോജിസ്റ്റിക്സ് എന്താ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ, കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താ, ഓർഡർ പ്രോസസ്സിംഗ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഓർഡർ പ്രോസസ്സിംഗ്. എന്താണ് ഓർഡർ പ്രോസസ്സിംഗ്, എന്താ നോക്കാം നമുക്ക്. ആക്ടിവിറ്റീസ് ഫോർ റിസീവിംഗ്, ഹാൻഡ്ലിംഗ്, ഫയലിംഗ്, റെക്കോർഡിംഗ് ഓഫ് orders and execute them on time. Any lapse in this step can affect whole logistics process. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, റോ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ കൊടുക്കണം. ഓക്കെ, ഓർഡർ കൊടുത്തു കഴിഞ്ഞാല് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങള്, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രൊഡക്ട്സിന്റെ ഒരു പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചു, ബിസിനസ്സിൽ പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ആ പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് കൊടുക്കാണ്, ഓർഡർ നമ്മൾ കൊടുത്തു. ആ ഗുഡ്സിന്, ആ സ്റ്റോക്കിന് ആവശ്യമായിട്ടുള്ള എന്ത് കൊടുത്തു, ഓർഡർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓർഡർ കൊടുത്തു. ആ റോ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ കൊടുത്തു. ഓർഡർ കൊടുത്തിട്ട് ഇത്ര ഓർഡറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഓർഡർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്ന ടൈമില് നമുക്ക് കിട്ടണം എന്ന് പറയാണ്.
ഓർഡർ കൊടുത്തു, ഇത്ര പ്രൊഡക്ട്സിന്റെ ഓർഡർ നമ്മൾ കൊടുത്തു, ഇന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്ട്സ് നമ്മൾ കിട്ടണം. അപ്പോൾ ആ ഒരു പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ കൊടുത്തത്, ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് ഓർഡേഴ്സ്, ഫയലിംഗ്, ഹാൻഡ്ലിംഗ്, റിസീവിങ്, എക്സിക്യൂട്ട് ഓൺ ദം ഓൺ ടൈം. അതായത് ഈ ഓർഡർ നമ്മൾ കൊടുത്തു, കറക്റ്റ് ശ്രദ്ധിക്കണേ, ഓർഡർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണേ, ഇത്ര ടൈമിങ്ങിൽ ഒരു 1,00,000 റുപ്പീസിന്റെ സ്റ്റോക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത്, റോ മെറ്റീരിയൽസ് നമ്മൾ ഓർഡർ കൊടുത്തു. ആ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടണം, നമ്മളെ കയ്യിലോട്ട് എത്തണം. എത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഗോഡൌൺസിലോട്ട്, അത് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റോറിലോട്ട് എത്തണം. ഓക്കെ, അതാണ് പറയുന്നത്. ആ ഒരു ഓർഡർ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്ട്സ് നമ്മൾ സപ്ലയേഴ്സിന് എന്ത് ചെയ്യണം, ഒരൊറ്റ സപ്ലയർ കയ്യിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന്, ഓക്കെ, ഒരുപാട് സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ ഇത് മേടിക്കണം. ആരുടെ കയ്യിൽ നമുക്ക് പോയി കളക്ട് ചെയ്യാം. അപ്പം എന്ത് ചെയ്യാണ്, അവരുടെ കയ്യിൽ അവർക്ക് എത്ര പ്രൊഡക്ട്സ് വേണം. അപ്പോൾ ഓരോ സപ്ലയേഴ്സിന്റെ കയ്യിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഗുഡ്സ് എന്ത് ചെയ്യും, ഇത് പറ്റുമോ അല്ലെങ്കിൽ ഇത് പറ്റില്ലേ, അല്ലെങ്കിൽ എത്ര ഗുഡ്സ് ഇവിടുന്ന് കളക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കോസ്റ്റ് ഇവിടെയാണോ കുറവ്, അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഓരോ സപ്ലൈസിന്റെ കയ്യിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ പ്രോസസ്സിംഗ്. ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യാം. നമുക്ക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, നമ്മൾ ഓർഡർ ചെയ്യാം. അതാണ് അതിലോണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതാണ് പ്രൊക്യൂർമെന്റ്. ഓക്കെ, പ്രൊക്യൂർമെന്റിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. പ്രൊക്യൂർമെന്റ് ആണ് നേടുക, ആ ഒരു മീനിങ് ഒക്കെയാ നോക്കാം നമുക്ക് അല്ലേ. Obtaining materials from outside suppliers includes supply sourcing, negotiation, order placement, inbound transportation, receiving and inspection, storage and handling. അതായത് പ്രൊക്യൂർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഏത് സപ്ലയേഴ്സിനെ കയ്യിൽ നിന്ന് പോയി മേടിക്കണം. നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, അതായത് നമ്മൾ ചിന്തിക്കുകയാണ് ഏത് സപ്ലയേഴ്സിനെ കയ്യിൽ നിന്ന് പോയി മേടിക്കണം, പ്രൈസ് എത്ര പ്രൈസിലാണ് നമുക്ക് എത്ര പ്രൈസിലാണ് നമുക്ക് മേടിക്കേണ്ടത്, നമ്മൾ ഏത് സ്ഥലത്തോട്ട് നമുക്ക് അത് എത്തിക്കേണ്ടത്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എങ്ങനെയായിരിക്കും, ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ലോജിസ്റ്റിക്സിൽ 2 ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്. അതായത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നത് വരെ, അതായത് മാനുഫാക്ചർ ചെയ്യാനെങ്കിൽ ആ പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, കൊടുന്നെത്തിക്കുക. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് കൊടുന്നെത്തിക്കുക. അതുവരെയുള്ള പ്രോസസ്സിംഗ് ആണ് എന്ത് വരുന്നത്, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്താണ്, ആ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നതാണ് എന്ത്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് റോ മെറ്റീരിയൽസ് നമ്മൾ ഗോഡൌണിലോട്ട് വെയർ ഹൗസസിലോട്ട് എത്തിക്കേണ്ടത്, ഷിപ്മെന്റ് ആണോ, വെഹിക്കിൾ ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിലാണോ എത്തിക്കേണ്ടത് നമുക്ക് നോക്കാം. പിന്നെ റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, അതായത് നമുക്ക് കിട്ടിയ പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക, ആ ഗുഡ്സ് ചെക്ക് ചെയ്യുക, ഡാമേജ് ഉണ്ടോ നോക്കുക, അതിന്റെ സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് എല്ലാം എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു പ്രൊക്യൂർമെന്റിൽ വരുന്നുണ്ട്. ദെൻ ഇനി നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ഓക്കെ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വിത്തിൻ ദി വെയർ ഹൗസ് ടു പ്രോസസ് ഓർഡേഴ്സ് എഫിഷ്യൻലി, മെക്കനൈസ്ഡ്, സെമി ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഇൻ നേച്ചർ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഗുഡ്സ് വെയർ ഹൗസിൽ നിന്ന് എന്ത് ചെയ്യാണ്, വെയർ ഹൗസിലോട്ട് എത്തി, നമ്മൾ ഗുഡ്സ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാണ്. അതായത് ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെയർ ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട്. ആ വെയർ ഹൗസിൽ നിന്ന് ഇപ്പൊ ഗുഡ്സ് അവിടെ കിടക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വെയർ ഹൗസിൽ നിന്നാണ്. ആ വെയർ ഹൗസിൽ നിന്ന് എത്ര പ്രൊഡക്ട്സ് ആണ് നമുക്ക്, ഒരു പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഒരുപാട് റോ മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല, മിനിമം റോ മെറ്റീരിയൽസ് വേണം. അപ്പൊ എത്ര റോ മെറ്റീരിയൽസ് ആണ് അതിൽ നിന്ന് എടുക്കേണ്ടത്, ബാക്കി ഇനി എത്രയാണ് അതിൽ വെക്കേണ്ടത്. നമുക്ക് ഡാമേജ് വരാനും പറ്റൂല, സ്റ്റോക്ക് എന്ത് ചെയ്യാനും പറ്റൂല, ഔട്ട്ഡേറ്റഡ് ആയി പോകാനും പറ്റൂല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാനേജ് ചെയ്യണം. അതാണ് പറയുന്നത്, എത്ര പ്രൊഡക്ട്സ് ആണോ, എത്ര മിനിമം ഇൻവെന്ററീസ് എത്രയാണോ വേണ്ടത്, അതിനെ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ പിന്നെ വരുന്നതാണ് എന്ത്, വെയർ ഹൗസിംഗ്. ഓക്കെ, പിന്നെ വരുന്നതാണ് വെയർ ഹൗസിംഗ് എന്താ വരുന്നത് നോക്കാം നമുക്ക്. സ്റ്റോറിംഗ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അണ്ടിൽ ദേ ആർ സോൾഡ്, ഇറ്റ് ഈസ് ടു ബി നിയർ ടു ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്ലേസ്. അതായത് നമ്മൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി, ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് ചെയ്യാണ്, നമ്മൾ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ് അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കാണ്, വെയർ ഹൗസിലോട്ട് സ്റ്റോർ ചെയ്ത്, എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, ആരാണോ ഏത് ക്ലയൻസ് ആണോ ആവശ്യപ്പെടുന്നത്, ഏത് ക്ലയൻസിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ച് എന്ത് ചെയ്യുക, ആവശ്യമുള്ളത് കൊടുക്കുക. ഇനി വരുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ എന്താ വരുന്നത്, ഇൻവെന്ററി ദാറ്റ് is stock should be enough to meet customer requirements and simultaneously its carrying costs should be lowest. ഓക്കെ,
ഇൻവെന്ററി കോസ്റ്റിൽ വരുന്നതാണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ എന്തൊക്കെ വരിക, സ്റ്റോക്കുകൾ വരും. ഓക്കെ, ഇൻവെന്ററിയിൽ എന്തൊക്കെയാ വരിക, സ്റ്റോക്കുകൾ വരും. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ സ്റ്റോക്ക് ഷുഡ് ബി ഇനഫ് ടു മീറ്റ് കസ്റ്റമർ റിക്വയർമെന്റ്സ്. അതായത് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാല് സ്റ്റോക്ക്. ഇൻവെന്ററി എന്ന് പറയുന്നത് സ്റ്റോക്കിനെ അല്ലെങ്കിൽ നമ്മൾ റോക്ക് മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻവെന്ററി. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇൻവെന്ററി എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്, കസ്റ്റമർ എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു പ്രൊഡക്ട്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇൻവെന്ററി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് സ്റ്റോക്ക് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിലെ ഫസ്റ്റ് സ്റ്റേജിൽ വരുന്ന പ്രൊഡക്ട്സിനെ വിളിക്കുന്ന പേരാണ് ഈ ഒരു ഇൻവെന്ററീസിന്. ഓക്കെ, ആ റോ മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇൻവെന്ററീസ്. അത് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഒരു മിനിമം ലെവൽ ഇൻവെന്ററീസ് ആണ്, സ്റ്റോക്കാണ് നമ്മൾ മേടിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് സ്റ്റോക്ക് നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ല. ഒരു മിനിമം ലെവൽ സ്റ്റോക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ മേടിച്ചിട്ട് അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കേണ്ടത്. അതായത് ഒരുപാട് സ്റ്റോക്ക് മേടിച്ചാൽ എന്തായിരിക്കും, അത് ഔട്ട്ഡേറ്റഡ് ആവും അല്ലെങ്കിൽ ഡാമേജ്ഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി വരുന്നതാണ് എന്ത്, ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ് എന്ത്, അതായത് നമ്മുടെ ഗുഡ്സ് റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്തു, ഓർഡർ ചെയ്തു. ആ ഒരു ഗുഡ്സ് എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയിൽ എത്തണം അല്ലേ, നമ്മുടെ കമ്പനിയിൽ എത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് എന്താ, ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതുവരെ ഉള്ളത് എന്താണ്, അത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണം. ആക്കിയിട്ട് എന്ത് ചെയ്യണം, അത് കസ്റ്റമേഴ്സിലോട്ട് എത്തണം. അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നത് എന്താണ്, പ്രൊഡക്ട്സ്, ഒരു ഓൺലൈൻ ഷോപ്പിംഗ്. ഓക്കെ, നമ്മൾ പ്രൊഡക്ട്സ് എന്ത് ചെയ്തു, ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാണ്, അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമുക്കത് ഒരു ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30th അല്ലെങ്കിൽ 25th എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലോട്ട് അത് എത്തും. അപ്പോൾ അത് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഷിപ്മെന്റ് ആവാം അല്ലെങ്കിൽ അതെന്താ വെഹിക്കിൾ ആവാം, ഇനി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അവിടെ കൊടുന്നേരില്ല ചെയ്യുക പ്രൊഡക്ട്സ്. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സിന് എന്ത് ചെയ്യണം, കറക്റ്റ് എന്ത് ചെയ്യണം, അത് ആരാണോ ഓർഡർ ചെയ്ത്, ഏത് ക്ലയന്റ് ആണ്, ഏത് കസ്റ്റമർ ആണോ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഓർഡർ ചെയ്ത് അത് അവരുടെ കയ്യിലോട്ട് എത്തിക്കണം. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ആ ഒരു എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിങ്, അത് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ. ഇത് എവിടെയാണ് ഈ പ്രൊഡക്ട്സിൽ, നമ്മുടെ കമ്പനിയിലെ ഈ പ്രൊഡക്ട്സിൽ ഇത് ആരിലോട്ട് എത്തിക്കണം, ഏത് കസ്റ്റമർ ആണോ അത് ആവശ്യപ്പെട്ട് അവരിലോട്ട് ഇത് എത്തിക്കണം. അപ്പൊ ആ ഒരു എത്തിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അത് വെഹിക്കിൾ ആവാം, ഷിപ്മെന്റ് ആവാം, ഒക്കെ ആവാം. ഓക്കെ, ഇനി വരുന്നതാണ് എന്ത്, പാക്കേജിങ്. പാക്കേജിങ് എന്ന് പറഞ്ഞാൽ എന്താ, the package with the customer sees on the shelves of stores in the market that appears attractive and makes the customer buy the product. അതായത് രണ്ട് രീതിയിലുണ്ട്. പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാല് ആ ഒരു സ്റ്റോറിൽ ആ ഷെൽഫിൽ അവർ എന്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഓരോന്നും നല്ല പാക്കിങ്. ഇപ്പൊ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ എന്തായിരിക്കും നല്ല പാക്കിങ്ങിൽ അവർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഫുഡ് പ്രൊഡക്ട്സ് ആണെങ്കിൽ എന്താണ്, ഓരോ ഷെൽവിസില് ഇപ്പൊ നമ്മൾ വെജിറ്റബിൾസിന്, ഓക്കെ, പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് കേടുവരുന്ന ഗുഡ്സ് ആണല്ലോ പെരിഷബിൾ ഗുഡ്സ്, അതിനൊക്കെ അവര് ഒരുപാട് സ്റ്റോറേജില് കൂളറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും, അതിന്റെ പാക്കേജിങ് ഒക്കെ. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു പാക്കേജ്. പിന്നെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ ടൈമില് ഈ കണ്ടെയ്നറിലൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ അത് എന്ത് ചെയ്യരുത്, നഷ്ടപ്പെട്ടു പോവരുത്. ഗുഡ്സ് ലോസ്റ്റ് ഇൻ ട്രാൻസിറ്റ് ആവരുത്. അപ്പൊ അതിന് അത്രയും കവർ ചെയ്തിട്ട് അത്രയും പാക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് എന്ത്, വേറൊരു പാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്താണ്, നല്ല രീതിയിൽ നമുക്ക് ഗുഡ്സ് ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമേഴ്സിലൂടെ ആ ക്ലിയർ കറക്റ്റ് ക്വാളിറ്റി സഹായിക്കുന്ന പറയുന്നത്. ഇനി വരുന്നതാണ് എന്ത്, ഇൻഫോർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് നമുക്ക് നോക്കാം. യൂസ് ഓഫ് ടെക്നോളജി ടൂൾസ് ഹെൽപ്സ് ഇൻ ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ, ആക്സസ്, സ്റ്റോറേജ്, അനാലിസിസ്, റിട്രീവൽ ആൻഡ് ഡിസിഷൻ സപ്പോർട്ട്. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഒരുപാട് സോഫ്റ്റ്വെയർസ്, ഒരുപാട് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കോക്കനട്ട് ഓയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ തേങ്ങനൊക്കെ റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ മേടിച്ച്, തേങ്ങ വേണമല്ലോ, ഒരുപാട് തേങ്ങ വേണമല്ലോ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അതിൽ നമ്മൾ എന്തിനാ ഒരുപാട് മെഷീനറീസിലൂടെ ഒരുപാട് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് എടുത്ത് നമ്മൾ ആ ഫൈനൽ ഒരു കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് വേസ്റ്റേജ് വന്നു. ഓക്കെ, ഒരുപാട് വേസ്റ്റേജ് വന്നു. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഒന്നുകൂടി പഠിച്ചപ്പോഴാണ് ഒരുപാട് ടൂളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത്. ആ ടൂളിന് പകരം ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ഇനി നമുക്ക് കിട്ടിയിരുന്ന, ഒരുപാട് വേസ്റ്റേജ് വരില്ലായിരുന്നു. അപ്പോൾ എന്താണ് അത് നമ്മൾ ചിന്തിക്കുന്നപ്പോഴാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ടെക്നോളജീസ്, ഒരുപാട് ടൂൾസിനെയും ടെക്നോളജീസിനെയും എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴാണ് പിന്നെ നമുക്ക് ആ ഒരു ഐഡിയ വന്നത്.
ക്ലിയർ ആയോ? അപ്പൊ അതാണ് പറയുന്നത് എന്ത്, ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് പെട്ടെന്ന്, നല്ലൊരു ഗുഡ്സ് നല്ലൊരു പെട്ടെന്ന് ഫാസ്റ്റിലും അതേപോലെ തന്നെ പെട്ടെന്ന് ആക്സസ്, പെട്ടെന്ന് സ്റ്റോറേജിലും നല്ല അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്കൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കസ്റ്റമേഴ്സിലോട്ട് ഇത് എത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അപ്പൊ നമ്മൾ അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് കസ്റ്റമേഴ്സിലോട്ട് അത് എത്തിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മളിപ്പോ നോക്കിയിട്ടുള്ളത് എന്തായിരുന്നു, ലോജിസ്റ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആയിരുന്നു. അതായത് ഫംഗ്ഷൻസ് എന്ന് പറയാം, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ പ്രോസസ്സിംഗ് എന്ത് ചെയ്യണം, ആ ഗുഡ്സ് എത്ര വേണമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഓർഡർ കൊടുക്കാണ്. അതേപോലെ അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ആ ഒരു ഗുഡ്സ്, ഒരുപാട് ഗുഡ്സിന്റെ ഓർഡർ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവിടെ മുതലാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ ലോജിസ്റ്റിക്സ് പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഓർഡറിംഗിൽ തെറ്റിക്കഴിഞ്ഞാൽ എന്താവും, ബാക്കിയുള്ള പ്രോസസ്സിംഗ് മൊത്തം തെറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അതായത് ഓർഡറിംഗ് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള പ്രോസസ്സിംഗ് മൊത്തം തെറ്റും. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ആ ഓർഡറിംഗ് എന്ത് ചെയ്യണം, കറക്റ്റ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു, ഓർഡർ പ്രോസസ്സിംഗ് ആയിരുന്നു. ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, ഓർഡർ പ്രോസസ്സിംഗ്. പ്രൊക്യൂർമെന്റ് എന്താ, അതിന്റെ നെഗോഷിയേഷൻ പറഞ്ഞ വില തീരുമാനിക്കുക, എത്ര വിലക്കാണ് നമുക്ക് അത് വാങ്ങിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുകയാണ്. ദെൻ അല്ലെങ്കിൽ എത്ര വിലയാണ് കൊടുക്കേണ്ടത്, ഈടാക്കേണ്ടത്, കസ്റ്റമേഴ്സിൽ ഈടാക്കുക, അപ്ലൈ സോഴ്സിങ്, ഏത് ആളിൽ നിന്ന് നമുക്ക് മേടിക്കണം, ഓർഡർ പ്ലേസ്മെന്റ്, അത് എങ്ങനെയാണ്, എത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമുക്കത് കിട്ടുക, റോ മെറ്റീരിയൽസ് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും, അതാണ് ഈ ഒരു പ്രൊക്യൂർമെന്റിൽ വരുന്നത്. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഇതിനെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ മേടിച്ച റോ മെറ്റീരിയൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഏത് ഗോഡൌണിൽ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, ഓക്കെ, എത്ര മിനിമം ഇൻവെന്ററീസ് എത്രയാണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര റോ മെറ്റീരിയൽസ് നമ്മൾ ആ ഒരു നമ്മുടെ വെയർ ഹൗസിൽ നിന്ന് എടുക്കേണ്ടത്. ദെൻ വെയർ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കിയിട്ട് ആ ഫിനിഷ്ഡ് ഗുഡ്സിന് എന്ത് ചെയ്യണം, നമ്മുടെ വെയർ ഹൗസിൽ നമ്മൾ ഈ ഒരു പെരിഷബിൾ ഗുഡ്സ് ഒക്കെ വെയർ ഹൗസിൽ സൂക്ഷിക്കണം. നമ്മൾ കൂളറിലൊക്കെ സൂക്ഷിക്കൂലേ, നമ്മൾ ഐസ്ക്രീംസ്, അതേപോലെ തന്നെ പാല്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൂളറിൽ സൂക്ഷിക്കൂ, കീപ്പ് ചെയ്യൂലേ. അപ്പൊ അതാണ് എന്ത്, അതിനൊക്കെ വേണ്ട വെയർ ഹൗസസ്. ദെൻ ഇൻവെന്ററി കൺട്രോൾ, നമുക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാം. മിനിമം ലെവൽ സ്റ്റോക്കാണ് നമ്മൾ മേടിക്കേണ്ടത്. ഒരുപാട് സ്റ്റോക്ക് മേടിച്ചാൽ എന്താവും, അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. പിന്നെ വരുന്നതാണ് എന്ത്, ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ട്, കസ്റ്റമർ ഒരു പ്രൊഡക്ട്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരിലോട്ട് കറക്റ്റ് ടൈമിങ്ങിൽ എത്തിക്കുക, പെട്ടെന്ന് എത്തിക്കുക. അതെന്ത് ചെയ്യാണ്, വരണ്ടേ, അത് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം. ഇപ്പൊ നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഒരു പ്രൊഡക്ട്സ് മേടിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഷിപ്മെന്റ് വഴിയായിരിക്കും എന്ത് ചെയ്യുക, അത് കസ്റ്റമറിലോട്ട് എത്തുക. അപ്പൊ അതാണ് പറയുന്നത്. ദെൻ പിന്നെ വരുന്ന പാക്കേജിങ്, രണ്ട് തരത്തിലുള്ള പാക്കേജിങ് ഉണ്ട്. നമ്മൾ കടകളിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഷെൽവിലും അതേപോലെ തന്നെ ഒരുപാട് കണ്ടെയ്നറിലൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെ, അല്ല ഷെൽഫ്സില് നമ്മള് ചോക്ലേറ്റ്സിന്റെ കേസ്, ബിസ്ക്കറ്റിന്റെ കേസ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാവും അല്ലെ. ആ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒക്കെ എങ്ങനെയാണ് ഫുഡ് പ്രൊഡക്ട്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്കറിയാം അല്ലെ, അതിന്റെ ഒക്കെ ഒരു കേസ്. ഓക്കെ, എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഒരു കവറേജ്, അല്ലെങ്കിൽ പാക്കിങ്. പിന്നെ വരുന്നതാണ് എന്ത്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോൾ കണ്ടെയ്നേഴ്സിലൊക്കെ ബോട്ടിലാക്കിയിട്ട്, ഈ ഓയിലൊക്കെ എന്താക്കി ചെയ്യുക, ചിലപ്പോൾ ബോട്ടിലാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുപോകുക. അപ്പൊ അത്രയും കവറിങ് ആയിരിക്കും അതിന്റെ മുകളിലുള്ള ആ ഒരു ടോപ്പ് വെച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ആ കണ്ടെയ്നർ, ആ ബോട്ടിൽ നമ്മൾ നന്നായി കവർ ചെയ്തിട്ടുണ്ടാവും. ഇത് പോയി കഴിഞ്ഞാൽ, ഓയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ, റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, അത്രയും നമുക്ക് വേസ്റ്റ് ചെയ്താൽ നമുക്ക് അപകടങ്ങൾ വരെ. ഇപ്പൊ ഗ്യാസ് ഒക്കെ നമ്മള് ഗ്യാസ് കൊണ്ടുപോയില്ലേ, അതൊക്കെ എന്താ, അത്രയും കവർ ചെയ്തിട്ടായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. അത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ആളുകൾക്ക് വരെ ഇഞ്ചുറീസ് പറ്റാം. ഓക്കെ, അപ്പൊ അത്രയും കവറിങ്ങിലായിട്ടായിരിക്കും അത് പോവുക. അപ്പൊ അങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നോളജീസിന്റെ യൂസ്, ഒരുപാട് ടെക്നോളജീസ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരുപാട് സോഫ്റ്റ്വെയർസ്, ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ആക്സസിങ്ങിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻസ് എടുക്കാനും റിട്രീവലിനും. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, റിട്രീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതിനൊക്കെ എന്ത് കഴിയും, ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും ടോപ്പിക്സ് ആണ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോ
എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ കൺസെപ്റ്റ് എന്താ നമ്മൾ നോക്കി, അതായത് ലോജിസ്റ്റിക്സ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ലോജിസ്റ്റിക്സിന്റെ എങ്ങനെയാണ് ലോജിസ്റ്റിക്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ വേർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലോജിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലോജിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, ഏതൊക്കെ വേർഡ്സിൽ നിന്ന് ലോജിസ്റ്റിക്സ് വന്നിട്ടുള്ളത്, ലോഗോസ്, അതേപോലെ തന്നെ ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ലോഗോസ്, ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ലോഗർ. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് എന്ത്, ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, പിന്നെ ടൈപ്സ് പഠിച്ചു, ടൈപ്സ് ഓഫ് ലോജിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചാൽ എന്തായിരുന്നു, കീ ലോജിസ്റ്റിക്സ് ടേംസ് നമ്മൾ പഠിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, ലോജിസ്റ്റിക്സ് ടേമുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സപ്ലൈസ്, കമ്മോഡിറ്റീസ്, ഗുഡ്സ്, പ്രൊഡക്ട്സ് ആൻഡ് സ്റ്റോക്ക്. ദെൻ യൂസേഴ്സ്, ക്ലയൻസ് ആൻഡ് കസ്റ്റമേഴ്സ്, അങ്ങനെ ഒരുപാട് കീ ലോജിസ്റ്റിക്സ് ടേമുകൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു എന്തായിരുന്നു, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചു. പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണ്, കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചു. അതായത് ഫങ്ഷൻസ് ആയിട്ടും ഇതിനെ നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ എന്താ പഠിച്ചു, അതായത് ലാസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫങ്ഷൻസ് വരെ നമ്മൾ ലാസ്റ്റ് പഠിച്ചു. ഫങ്ഷൻസ് അതായത് കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്ത്, ഈ ഒരു കീ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏറ്റവും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് പഠിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും കേട്ടോ. ഈ പോയിന്റ്സ് എന്ത് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് കാണാം, ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് മുതൽ എന്ത് ചെയ്യുക, വീഡിയോസ് കാണാം. PDF എന്താണോ പോയിന്റ്സ് കൊടുത്തിട്ടുള്ളത് അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, എക്സാംസിന് ഇത് ബെറ്റർ യൂസ്ഫുൾ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.